ഈശ്വമിശിഹായിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കൈത്തകാലം 2ാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായിട്ട് വിചിന്തനത്തിനായിട്ട് നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ഇത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നോ കരുണയുടെ സുവിശേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ കരുണ ഒഴുകുന്ന 3 ഉപമകൾ ഇവിടെയുണ്ട്. കാണാതായ ആട്, കാണാതായ നാണയം, ധൂർത്തപുത്രൻ. ഇന്ന് ധൂർത്തപുത്രനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിലെ നമുക്ക് ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കോ വിശുദ്ധ കുമ്പസാരത്തിനോ ഒന്നും ഇന്ന് നമുക്ക് സാധ്യമല്ല. പലരും ഈ നാളുകളിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ കുമ്പസാരിക്കാൻ പറ്റുമോ, കുമ്പസാരിക്കാൻ വരട്ടെ. പക്ഷേ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിട്ട് കിടക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ നിയമം അതിനനുവദിക്കുന്നില്ല. ഞാനപ്പോൾ അവരോട് പറയും, രോഗമൊന്നും മാറട്ടെ, തമ്പുരാൻ നിങ്ങളുടെ ഹൃദയം കാണുന്നുണ്ട്, ഈശോ നിങ്ങളുടെ ഹൃദയം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, തമ്പുരാനിലേക്ക് നീ കരങ്ങൾ ഉയർത്തുക. തമ്പുരാന്റെ സന്നിധിയിൽ ഇപ്പോൾ പറയും. ഏറ്റവും അടുത്ത് അവസരങ്ങൾ അനുയോജ്യമാകുമ്പോൾ കുമ്പസാരിക്കാൻ അച്ഛൻ അനുവദിക്കാം. ആഗ്രഹമുണ്ട് അവരെ കുമ്പസാരിപ്പിക്കണമെന്ന്. പക്ഷേ അവർക്ക് തീവ്രമായിട്ട് ആഗ്രഹമുണ്ട് അനുദപിച്ചൊന്ന് കുമ്പസാരിക്കണമെന്ന്. അത്രമാത്രം ഭാരം കൊണ്ട് നടക്കുക ജനം. ഞാനിത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് അനുഭവം. ഒന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ. സ്നേഹമുള്ള ദൈവമക്കളെ, ധൂർത്തപുത്രൻ അനുദപിക്കുന്നുണ്ട് പന്നിക്കുട്ടിയിൽ കിടന്നുകൊണ്ട്. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്റെ ദാസരിൽ ഒരുവനായി മാത്രം എന്നെ പരിഗണിച്ചാൽ മതി. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18, 19 തിരുവചനങ്ങളാണ്. ഈ ഒരു അനുതാപവും തീരുമാനമെടുക്കലൊക്കെ കഴിഞ്ഞ് ഈ ധൂർത്തപുത്രൻ പിതാവിന്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ പിതാവ് അകലെന്നവനെ കാണുകയാണ്. ഓടിച്ചതവനെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. കരുണയുള്ള പിതാവിന്റെ മനോഹരമായിട്ടുള്ള ചിത്രം. എന്നിട്ട് ഈ മകൻ പറയുകയാണ്, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ കരുതണമേ എന്ന് പറയുമ്പോഴേക്കും പിതാവ് പറഞ്ഞു വെക്കുകയാണ് തന്റെ ദാസരോട്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുക. എന്തുകൊണ്ട് അവസാനത്തെ ആ വാക്കുകൾ പറയാൻ പിതാവ് അനുവദിച്ചില്ല? തന്റെ ദാസരിൽ ഒരുവനായി എന്നെ കരുതണമേ എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും പിതാവ് തടസ്സം നിൽക്കുകയാണ്. സ്നേഹിതരെ, അതിനുള്ള ഉത്തരം ഗലാത്യക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. വചനം എങ്ങനെയാണ്? ആകയാൽ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണ്. ഒരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവസാനം അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ സ്വർഗം വെച്ചു നീട്ടുന്നത് ദാസന്റെ അല്ലെങ്കിൽ ദാസിയുടെ പദവിയല്ല, മറിച്ച് ആ തിരിച്ചു വരുന്ന വ്യക്തി ദൈവപുത്രനാണ്, ദൈവപുത്രിയാണ്, സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. ഈ ഒരു വലിയ ബോധ്യം സ്നേഹം നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഏറ്റുപറച്ചിലുകളുണ്ട്. പാപം ചെയ്ത് നമ്മൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞു. പക്ഷേ അനുതാപത്തോടു കൂടിയുള്ള ഏറ്റുപറച്ചിലാണ് സ്വർഗം വിലമതിക്കുന്നത്. അനുതാപം ഇല്ലാതെ ഏറ്റുപറയാൻ പറ്റും, നമുക്ക് പാപങ്ങൾ ഏറ്റുപറയാൻ പറ്റും. പക്ഷേ സ്വർഗം ആ പാപങ്ങൾ ക്ഷമിക്കില്ല. അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്നു വെക്കാം. ഈശോ, തെറ്റിപ്പോയി, ഞാനിതാ തിരിച്ചു വരുന്നു. പാപങ്ങളെ കുറിച്ച് ഈശോയെ അനുദപിക്കുന്നു. ഞാൻ ആ പാപങ്ങൾ ചെയ്യില്ല. നമുക്കൊന്ന് തീരുമാനം എടുത്തോടെ സ്നേഹമുള്ളവരെ. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലെ എന്റെ നിങ്ങളുടെയൊക്കെ ഹൃദയം കാണുന്ന ഈശോ പ്രവാചകനോട് വചനം പറയാണ്, നിന്റെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയം കീറി പരിശോധിക്കുന്ന തമ്പുരാന്റെ മുൻപിൽ സ്നേഹമുള്ളവരെ ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. എന്നെയും നിങ്ങളെയും ഒക്കെ അറിയുന്ന തമ്പുരാന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കുക സാധ്യമല്ല. ആയതിനാലേ ഈ ധൂർത്തപുത്രനെ പോലെ അനുതാപത്തോടുകൂടി ഈ നാളുകളിലെ തമ്പുരാനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നീ എത്ര കൊടും പാപി ആയിക്കോട്ടെ, നീ ഏതൊക്കെ പാപാവസ്ഥയിൽ അധപതിച്ചു പോയിക്കൊള്ളട്ടെ, നമ്മുടെ മുൻപിലെ സമരിയക്കാരിയും പാപിനിയായ സ്ത്രീയും നല്ല കളനുമൊക്കെ മുൻപിലുണ്ട് സ്നേഹമുള്ളവരെ. ഒരുപക്ഷെ നീ തിരിച്ചു വരുമ്പോൾ ലോകം അത് ഉൾക്കൊള്ളണമെന്നില്ല. നീ ചെയ്ത തെറ്റിന്, കുറ്റത്തിന് ലോകം ചിലപ്പോൾ നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചെന്ന് വരാം. എന്നാൽ നീ അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ ലോകം നിന്നെ ശിക്ഷിച്ചാലും തമ്പുരാന്റെ സന്നിധിയിൽ നീ ദൈവ പൈതലാണ്.
ദൈവപുത്രനാണ്, ദൈവപുത്രിയാണ്. ഈ ഒരു വലിയ ബോധ്യം ഈ നാളുകളിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈശോ ഇന്ന് നിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ആത്മപരിശോധനയ്ക്ക് നമ്മെ തന്നെ വിധേയമാക്കാം. പിതാവ് പറയാണ്, മേൽത്തരം വസ്ത്രം അവനെ കൊണ്ടുവന്ന് ധരിക്കുക. എന്താണ് ഈ മേൽത്തരം വസ്ത്രം? മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും എനിക്കും നിങ്ങൾക്കും ഒക്കെ കിട്ടിയ വിശുദ്ധിയാണത്. വിശുദ്ധിയുടെ വസ്ത്രമാണ്. നീ പാപം ചെയ്തപ്പോൾ നിനക്കത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അനുദപിച്ചൊരു ദൈവവൈതൽ നീ തിരിച്ചു വരുമ്പോൾ പിതാവ് ധരിപ്പിക്കുന്നതും ഈ വിശുദ്ധിയുടെ വസ്ത്രമാണ്. ഈ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിലെ സ്വർഗം പിതാവിനെ വെച്ച് നീട്ടുന്നത് മകന്റെ സ്ഥാനമാണ്, ദൈവപുത്രിയുടെ സ്ഥാനമാണ്, ദാസന്റെ പദവിയല്ല. ഈശോയെ, ഞങ്ങൾക്കുള്ള ആശ്വാസവും ഞങ്ങൾക്കുള്ള സന്തോഷവും ഇത് തന്നെയാണ്. നിന്റെ മുൻപിൽ ഞങ്ങളൊക്കെ അയോഗ്യരാണ്, ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാ. നല്ല ഈശോയെ, മാപ്പ് നൽകണമേ. അനുതാപത്തോടുകൂടി പാപങ്ങളി നാളുകളിൽ ഈശോയെ നിന്നോട് ഏറ്റുപറയുവാൻ, പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ദൈവപുത്ര സ്ഥാനം, ദൈവപുത്രി സ്ഥാനം, അത് മതി ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങളിതാ തിരിച്ചു വരുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളെ പാപാവസ്ഥകളെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഏറ്റുപറഞ്ഞുകൊള്ളണം ഈശോയെ. ഇന്ന് അവസരം കിട്ടാത്ത ഈ നാളുകളിലെ ഈശോയെ, ഞങ്ങളുടെ ഹൃദയം നിനക്കറിയാം. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.